കോടതി വിധികൾ സത്യം തെളിയിക്കാനുള്ളതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ കോടതി വിധി ഏതെങ്കിലും തരത്തിലൊരു സത്യം പുറത്തു കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ക്രിമിനൽ കേസിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് കോടതികൾ ആ കേസിൽ ഒരു വിധി പ്രസ്താവിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ക്രിമിനൽ കേസുകളിൽ ഏത് സമയത്തും വാദി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഒരു നിയമത്തെ അടിസ്ഥാനമാക്കി ഈ നിയമം ഒരാൾ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ആ കേസ് കോടതിയിൽ എത്തുന്നത്. അങ്ങനെ നിയമം ലംഘിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ലംഘിച്ചു, ആരൊക്കെയാണ് അതിന് സാക്ഷികൾ, എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രതി ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും വാദിക്കണം. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേറ്റിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുകയും ഈ തെളിവുകൾ സമാഹരിക്കുകയും ചെയ്യുകയും പ്രോസിക്യൂഷൻ അത് എഫക്റ്റീവായിട്ട് കോടതിയിൽ അവതരിപ്പിക്കുകയും വേണം. ഡിഫൻസിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഒരു ന്യായാധിപൻ എന്ന് വെച്ചാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് കണക്കൂട്ടിയാൽ മതി. നിയമം അറിയുന്ന ന്യൂട്രൽ ആയിട്ടൊരു വ്യക്തി. ഈ വ്യക്തിയെ ബോധ്യപ്പെടുത്തണം പ്രോസിക്യൂഷൻ ഇത്രത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വ്യക്തി ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡിഫൻസിന്റെ ജോലി കുറെ കൂടി എളുപ്പമാണ്. ഡിഫൻസ് ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്രൽ ആയ ജഡ്ജിക്ക് ഒരു സംശയം ഉണ്ടാക്കണം. ഇങ്ങനെയല്ല, ഈ ഒരു സാഹചര്യം ഇപ്പൊ പ്രോസിക്യൂഷൻ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്യുമ്പോൾ ഇതിനൊരു മറുവശം ഉണ്ടായില്ലേ, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കില്ലല്ലോ സംഭവിച്ചത് എന്നൊരു റീസണബിൾ ഡൗട്ട് ഉണ്ടാക്കിപ്പിക്കുക എന്നത് മാത്രമാണ് ഡിഫൻസിന്റെ ജോലി. ഇതിൽ ഡിഫൻസ് വിജയിച്ചാൽ ആ കേസിൽ പ്രതിയെ വെറുതെ വിടും. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളത് ഇങ്ങനെയാണ് ഒരു നീതിന്യായ കോടതിയിൽ പരിഗണിക്കുക. ഒരു സിസ്റ്റം ഒരാളെ കുറ്റാരോപിതൻ എന്ന രീതിയിൽ കോടതിക്ക് മുമ്പിൽ എത്തിക്കുമ്പോൾ ആ കുറ്റാരോപിതനെ ന്യായമായും ശിക്ഷിക്കാനുള്ളത്ര തെളിവുകളുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ അയാൾ ചെയ്തിട്ടുണ്ടോ, സത്യസന്ധമായത് കുറ്റമാണോ അല്ലയോ എന്നുള്ളതല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാളെ ശിക്ഷിക്കുന്നത് ന്യായമാണോ അല്ലയോ എന്നത് മാത്രമാണ് ഒരു കോടതി പരിഗണിക്കുക. അത് കാരണം തന്നെ അക്വിറ്റൽ എന്ന് പറയുന്നത് ബേസിക്കലി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കലല്ല. അതിനു പകരം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സിസ്റ്റത്തിന് ഇയാളെ ശിക്ഷിക്കാനാവില്ല എന്ന് ഉള്ള ഉത്തരവാണ്.